ഒന്നും കാണത്തില്ല ഗൈസ്. ഫ്രണ്ടിലൊക്കെ എവരെങ്കിലും വന്നാൽ പോലും അറിയത്തില്ല. അതാ ഇത് പണി കിട്ടി. ഫോഗ് ലാമ്പും ബ്രൈറ്റ് പോലും വണ്ടിയുടെ വർക്കാവുന്നില്ല ഗൈസ്. അപ്പോൾ ഇതാണ് ആ റീലിലൊക്കെ നമ്മൾ കണ്ടിരുന്ന സ്പോട്ട്. ഞങ്ങളുടെ ഫസ്റ്റ് ടോപ്പിലോട്ട് ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എനിക്ക് താഴോട്ട് അടച്ചിട്ടിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഇതേപോലെയല്ലേ മഞ്ഞുമൽ ബോയ്സിൽ അടച്ചിട്ടിട്ട് അവർ ചാടി പോകുന്നത്. ഈ ഷോട്ടിനെ എടുക്കാൻ ഓർക്കണം ഗെയ്സ്. ഓരോ പാറയുടെ മുകളിലും ആ പോകുന്നത് ഉറുമ്പുകളല്ല ഗെയ്സ്, മൊത്തം കപ്പിൾസാണ് ഗെയ്സ്. ശ്രീത്ത് എന്നെ മുജിച്ച് അവളെ ഫെറ്റാക്കാൻ നോക്കിയതാണ്, പക്ഷേ അതും ചിറ്റിപ്പോയി. അങ്ങനെ നമുക്ക് രണ്ടുപേർക്കും അവളെ കിട്ടിയില്ല ഗെയ്സ്. അങ്ങനെ നമ്മൾ പൊന്മുടി ഹിൽ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി പേരൊക്കെ വരും. എല്ലാവരോടും വന്നൊരു ബൾക്കായിട്ട് വീഡിയോ എടുക്കാനാണ് ഞാൻ ഇരുന്നത്. പക്ഷേ ലാസ്റ്റ് എല്ലാ ട്രിപ്പ് പോലെ കുറേ എണ്ണമൊക്കെ എൻ്റെ താക്കോൽ ഇവിടെ മുണ്ടിയാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാനും ഇവനും പിന്നെ വേറെ രണ്ടുപേരും മുകളിലോട്ട് പോയിട്ടുണ്ട്. ബാക്കിയുള്ളവന്മാർ ഇനി വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങാൻ പോണേ ഉള്ളൂ. നമ്മളെന്തായാലും അവന്മാരൊന്നും കാത്തിക്കുന്നില്ല, നേരെ പോവാം. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞവന്മാരൊന്നും വന്നതുമില്ല. വന്നവന്മാരെ കൊണ്ട് നമ്മൾ പോവുകയാണ്. ഇനി രണ്ടുപേരും ഓൺ ദ വേ ആണ്. അവന്മാർക്ക് വേണ്ടി കാത്തിക്കാൻ എനിക്കൊരു താല്പര്യമൊന്നുമില്ല. അവിടെ ഞാൻ വെച്ച് പിടിക്കാനും മുകളിലോട്ട് എൻ്റെ വേറെ രണ്ട് ചെറുക്കന്മാരെ മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ മഴയെക്കാണ്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ വന്നപ്പോൾ തന്നെ നല്ലധികം മഴ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ കോടയൊന്നും ഇവിടെയൊന്നും കാണാനില്ല. മുകളിലോട്ട് പോകും തോറും കോട ഇറങ്ങണം, ഇറങ്ങിയേ പറ്റൂ. പിന്നെ ഇവിടെ 4 മണിക്ക് ക്ലോസ് ചെയ്യും. 4 മണിക്ക് ശേഷം മുകളിലോട്ട് കയറ്റി വിടില്ല. അപ്പോൾ അതിനു മുമ്പ് വരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ രീതിക്ക് തണുപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഹെയർ പിന്നാണ്. ഞാൻ ഇതൊന്നും ഹെയർ പിന്നാണെന്നേ വിചാരിച്ചില്ല. നമ്മളെന്തായാലും മുകളിലോട്ട് കയറും തോറും മഞ്ഞ് നല്ല രീതിക്ക് വരും എന്ന് തോന്നുന്നു. താഴേക്ക് അത്യാവശ്യം നമ്മൾ ദൂരെ നിന്ന് നോക്കിയപ്പോൾ തന്നെ ആ മലയിൽ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇത് നമ്മൾ രണ്ട് ചെറുക്കന്മാരാണ്. ദ ബ്ലാക്ക് റോം, അവൻ്റെ ലോണ്ട് ഇൻസാത്രിസ്റ്റി. പോവാൻ പാ, മോളിൽ പോയിട്ട് ബാക്കി. നീ കമ്പെടുത്താ അതിൻ്റെ ചിക്കൻ്റെ ഉണ്ട്. പൊളിയാ ഗൈസ്. ഇവനാണ് ശ്രീജിത്ത് മുല്ല. ഞാൻ അവനെ പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ആരാ കുപ്പി പൊട്ടിച്ചൊരു സ്മെല്ലല്ലേ? പുതിയ കുപ്പി പൊട്ടിച്ച രീതിയിലൊരു സ്മെല്ല്. അവന്മാർ ആ വളവ് ഭയങ്കരമായിട്ട് നല്ലോണം കിടത്തി അങ്ങ് എടുത്തു പ്രണവ്. അവർ കടത്തിയെടുത്ത് പോടാ. അത് ഹബീബി ഹബീബി ഹബീബി. അപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു 10-20 പേരടുപ്പിച്ച് ഉണ്ടായിരുന്നു. എല്ലാ ട്രിപ്പും കണക്ക് ലാസ്റ്റ് സമയമാകുമ്പോഴത്തേക്കും മുണ്ടിയാക്കിയതാണ്. ഇപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ 4 പേര് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. 2 പേര് ഓൺ ദ വേ ആണ്. 2 പേര് വർക്കലിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലും ഇല്ല. അവന്മാർക്ക് 82 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവന്മാരെയൊക്കെ ഇനി തിരിച്ചു പോകുന്ന വഴിക്ക് വല്ല എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് വിചാരിച്ചു. പക്ഷെ അവൻ വരാതെ പൊന്മുടി ട്രിപ്പ് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. അതുലെന്നാണ് അവൻ്റെ പേര്. പൊന്മുടി എന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് അതുൽ തന്നെയാണ്. കാരണം മുമ്പ് എനിക്ക് വന്നപ്പോഴത്തേക്ക് ഞായറാഴ്ച ആണെന്ന് തോന്നുന്നു. കൂട്ടാൻ ഒരു പെരുന്നാളൊക്കെ കൂടിയിട്ട് നേരത്തെ നമ്മൾ പൊന്മുടി വെച്ച് പിടിച്ചു. അപ്പോഴത്തേക്ക് ഇവൻ്റെ താക്കോല് സംഭവം കളഞ്ഞു പോയി. അതിൻ്റെ വെസ്പയായിരുന്നു കറുത്ത കളറ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് എടുത്തിട്ട് പോകുമായിരുന്നു. അപ്പോൾ അവൻ്റെ വീട്ടിൽ അതിൻ്റെ സ്പെയർ താക്കോലുണ്ടെന്ന് പറഞ്ഞ് അവൻ തിരിച്ച് വീട്ടിലോട്ട് പോയി. പക്ഷേ അപ്പോഴാണ് അവൻ്റെ അച്ഛൻ പറഞ്ഞത്
ഇതാണ് ഇതിൻ്റെ സ്പെയർ താക്കോല്. ഒറിജിനൽ താക്കോല് ഇവരുടെ ഡാഡ് നേരത്തെ കൊണ്ട് കളഞ്ഞെന്ന്. പിന്നെ പിറ്റേന്ന് തിങ്കളാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച ദിവസം കോളേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്പെയറൊന്നും ഇല്ലാത്തതുകൊണ്ട് വെളി വന്ന് നിന്നിട്ട് വീണ്ടും പൊന്മുടി വണ്ടി എടുക്കാൻ പോകണമായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കോളേജ് ബസ്സിലാണ് അന്ന് വന്നത്. അപ്പോൾ പിന്നെ വെളി ഇറങ്ങി നിന്നിട്ട് സംസാരിച്ച് ഒരു വണ്ടി എടുക്കാൻ വേണ്ടി നമ്മൾ 3 വണ്ടിയിൽ 6 പേരുമായിട്ട് കോളേജ് അടിയങ്ങ് പോയി. ഇതൊക്കെ ഞാൻ ഇപ്പോൾ പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കോളേജൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ പേരിൽ ആർക്കും ആശനും കാര്യങ്ങളൊന്നും എടുക്കത്തില്ല. ഇല്ലെങ്കിൽ ഞാനൊന്നും പറയില്ലായിരുന്നു. അങ്ങനെ 2 ദിവസം ചേർത്തുകൊണ്ട് നമ്മൾ പൊന്മുടിയിൽ വന്ന്. അപ്പോൾ പിറ്റേന്ന് വന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് പാസും കാര്യങ്ങളൊന്നും പൈസയൊന്നും ആയില്ല. നമ്മൾ യൂണിഫോം ആണ് ഇട്ടുകൊണ്ട് വന്നത്. അതുകൊണ്ട് പറഞ്ഞു പോയിക്കുള്ള എല്ലാ പോലീസുകാരും നമ്മളെ ചെക്ക് ചെയ്ത് എക്സൈസ് വരെ പിടിച്ച് ചെക്കൊക്കെ ചെയ്തിട്ടാണ് വിട്ടത്. വാവ്, നൈസ് സ്പോട്ട്. കപ്പിൾസിന് നോക്കടാ, ക്രിക്കറ്റ് കളിക്കാൻ പറ്റാണ്. കപ്പിൾസായിട്ടൊക്കെ ഇപ്പോൾ വരാൻ നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ മഞ്ഞൊന്നും ഇല്ലെങ്കിലും കുറച്ച് മുകളിലോട്ട് പോകുമ്പോൾ നല്ല രീതിക്ക് മഞ്ഞ് എന്തായാലും കാണും. കാരണം മഴയൊക്കെ പെയ്താണ്, കോട എന്തായാലും ഇറങ്ങും. അങ്ങനെ നമ്മൾ 2ാമത്തെ ദിവസം വന്നിട്ട് മുകളിലെത്തിയപ്പോഴത്തേക്ക് ഹെൽമെറ്റ് ഇല്ലാത്തതിന് പോലീസൊക്കെ പിടിച്ചായിരുന്നു. പിന്നെ നമ്മൾ ഇന്നലെ വന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ കയറ്റി സ്റ്റേഷനിലോട്ട് വിട്ടു. അപ്പോൾ ഞാനും അതിലെന്ന് പറഞ്ഞ പയ്യനും വണ്ടി ഇന്നലെ സ്റ്റേഷനിലായിരുന്നു അന്ന് നമ്മൾ കയറ്റി വെച്ചത് സേഫായിട്ടിരിക്കാൻ വേണ്ടി. നമ്മൾ സ്റ്റേഷനിൽ പെർമിഷൻ ചോദിക്കാതെ അവർ ചെന്ന് വണ്ടിയിൽ നോക്കിക്കൊണ്ടൊക്കെ ഇന്നപ്പോൾ നമ്മൾ വഴക്ക് പറഞ്ഞവർ അകത്തോട്ട് വിളിച്ചുകൊണ്ടുപോയി അപ്പോൾ ഞങ്ങൾക്ക് എഴുതിപ്പിച്ച് വാങ്ങിച്ചു. എന്നിട്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് വേറൊരു ടീം നമ്മൾ വെളിയിറങ്ങുന്നതിന് മുമ്പ് തന്നെ വണ്ടി കുത്തിപ്പൊളിച്ച് തുടങ്ങി. അങ്ങനെ അവരെ വായിരിക്കുന്നതൊക്കെ ആയിട്ട് വണ്ടി എടുത്ത് നമ്മൾ ഒരു വ്യക്തിക്ക് വെളിയിലോട്ട് വന്നു. അപ്പോൾ താക്കോല് കളയുന്നത് ആ പയ്യന് സ്ഥിരം ഒരു പരിപാടിയാണ്. പിന്നെ ഒരു വ്യക്തി തിരിച്ച് വീട്ടിലോട്ട് എത്തിച്ച്. അപ്പോൾ കോളേജ് ചാടിയാണ് പോയത്. പിന്നെ ഞാൻ കോളേജിലാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിറ്റേന്ന് പൊന്മുടി പോകുന്ന ഞാൻ ഒട്ടും വിചാരിച്ചതല്ല. അല്ലെങ്കിൽ ഞാൻ ബൈക്കിൽ തന്നെ എടുത്തുകൊണ്ട് വന്നതന്നെ. എനിക്ക് കോളേജിൽ പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത കാര്യമാണ്. പക്ഷെ അന്ന് കോളേജിൽ പോകേണ്ട ചെറിയ ആവശ്യങ്ങളുണ്ടായതുകൊണ്ട് ഞാൻ അന്ന് കോളേജിലാണ് വന്നത്. തിരിച്ച് വീടറിയാതെ കോളേജിൽ തന്നെ തിരിച്ച് വീടെത്തണം. അതുകൊണ്ട് എനിക്ക് 4 മണിക്ക് പോയി തിരിച്ചെത്തണമെന്ന്. അങ്ങനെ ഇവിടെ നിന്ന് കച്ചി പിടിച്ച് ഞാനും ശ്രീജിത്ത് ഇപ്പോൾ പോയ മുല്ലയും കൂടി പെട്ടെന്ന് കോളേജിൽ എത്തി. തിരിച്ച് കോളേജ് ബസ്സിൽ കയറി നൈസായിട്ട് വീട്ടിൽ ചെന്ന് ഇറങ്ങി. ആരും അറിഞ്ഞില്ല പൊന്മുടി വന്ന കാര്യം. ഓക്കെ, കൊള്ളല്ലേ ഗൈസ്. അവിടെ ഇവിടെ കുറച്ച് കപ്പിൾസൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ കപ്പിൾസായിട്ടൊക്കെ വരായിരുന്നു. പിന്നെ കപ്പിൾ ആവാത്തത് കൊണ്ട് ഇനിയിപ്പോൾ സോളോ വരാം. നല്ല രീതിക്ക് തണുപ്പ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പേടിക്കണ്ട, തിരിച്ചു വരുമ്പോഴേ താഴെ പോകാൻ ചാൻസ് ഉള്ളൂ. എവിടെ കോട എത്തി? ഇല്ല, എത്തിയില്ലേ? കോട എത്തിയില്ല. അവിടെയാണ്, മുകളിലാണ് കോട. അയ്യോ മയിരി. സൈഡ് കയറില്ല. ഞാൻ കയറുമ്പോൾ അതിൻ്റെ കടി കയറുന്നു. കേസ് അന്ന് നമ്മൾ വന്നപ്പോൾ ഇതേ കണക്ക് ഹെൽമെറ്റ് കൈ പിടിച്ചാണ് പോയത്. അതുകൊണ്ട് തന്നെ അവിടെ പിടിച്ചു നിർത്തി വണ്ടിയുടെ ബുക്കും പേപ്പറൊക്കെ ചോദിച്ച്. വാവ്, ഞാൻ ലോറിയിൽ പോലും കണ്ടില്ലാത്ത ഇതിലെ ഹോണൊക്കെ നോമാരിലുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് വന്നിരുന്നു തോന്നുന്നു. വാവ്, നമ്മുടെ ഹോൺ അതിൻ്റെ ഫ്രണ്ടിൽ വെറും ജുജുപ്പിയാണ്. ഞാൻ കാണിച്ചു തരാം. വാവ്, അടുത്തിരിക്കുന്നവരെ കർണവട അടിച്ച് പോകുന്ന രീതിയിലുള്ള ഹോണാണ് വെച്ചേക്കുന്നത്. വാവ്, കൊള്ളാം. കേസ് മീൻ വണ്ടിയിൽ ഇതിൻ്റെ കടികളുടെ ഹോണൊക്കെ ഉണ്ട്. ഇവിടെ വരുമ്പോൾ മാക്സിമം രാവിലെ തുറക്കുന്ന സമയത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നുമില്ല, കയറി പോവുകയും ചെയ്യാം. ഇന്ന് പിന്നെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എല്ലാം പണിക്കൊക്കെ പോയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല. മറ്റൊരു ചില സൺഡേസൊക്കെ വരികയാണെങ്കിൽ നല്ല രീതിക്ക് ബ്ലോക്കായിരിക്കും. പിന്നെ മൈലേജ് ഒന്നും വരാനൊന്നും പ്രതീക്ഷിക്കൊന്നും വേണ്ട. ഇവിടെ ഒരു 3rd 4th വരെയൊക്കെ അപ്പ് ചെയ്യാൻ പറ്റൂ. പിന്നെ അത്യാവശ്യം കത്തിച്ച് വളർന്ന് പോയി കഴിഞ്ഞാൽ കാറൊക്കെ ഇടാം. പക്ഷേ അതൊട്ടും സേഫ് അല്ല. അതുകൊണ്ട് നമുക്ക് പതുക്കെ ഈ വ്യൂസൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് തന്നെ പോവാം. നല്ല രീതിക്ക് തണുപ്പിറങ്ങി തുടങ്ങിയടാ ഗൈസ്. മഞ്ഞ് അവിടെ ഇത്തിരി ഭാഗത്തേ മഞ്ഞുണ്ടായിരുന്നുള്ളൂ.
നല്ല രീതിക്ക് മഞ്ഞുണ്ടെങ്കിൽ വളരെ പതുക്കെ പോകണം. എവിടെയാണ് കൊക്കയെന്ന് അറിയാൻ പറ്റില്ല. നേരെ താഴോട്ട് പോവും. വളരെ സമയമൊന്നും എടുക്കില്ല. എടാ അന്ന് നമ്മൾ വന്നപ്പോഴേ ഇവിടെയൊക്കെ വണ്ടി ചേർത്തൊരു പിക്ക് എടുക്കുമായിരുന്നു കേട്ടാ. ഇവിടെ ഒന്നും ഒന്നും കാണത്തില്ല, തീരെ മഞ്ഞായിരുന്നു. എടുക്കാം. അന്ന് നമ്മൾ മഴയത്ത് ഇവിടെ കയറി നിൽക്കുകയൊക്കെ ചെയ്ത് ഈ സ്ഥലത്ത്. ഞാനും ജെയ്സനും ആയിരുന്നു എൻ്റെ വണ്ടിയിൽ. അന്ന് തിരിച്ചു കൊണ്ടുപോയിക്കേ എൻ്റെ വണ്ടിയിൽ ഹഗ്ഗർ ഒരു നട്ട് ഊരി പോയി. പിന്നെ കൈ പിടിച്ചിട്ടാണ് പോയത്. ഇല്ല. എന്റെ പോയിനോ കിട്ടില്ല. തിരിച്ചറിവ് എടുക്കാനല്ല, തിരിച്ചറിവ് എടുക്കാം മോളിൽ ചെന്നിട്ട്. ഇനി കിടലൊക്കെ സ്പോട്ടെല്ലാം ഉണ്ട് ഗൈസ്. എടാ അത് അന്ന് നമ്മളെ ചെക്കിങ്ങിന് പിടിച്ച് ഇവിടെ വെച്ചാണ്. ഇവിടെയാണ് മറ്റേ ഗൂഹയുടെ വണ്ടിയൊക്കെ ഇട്ട് അവന്മാർ എന്താ എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ബ്ലാക്ക് റോം മഹാബൈക്ക അറിഞ്ഞു പിന്നെ പോയിട്ടുണ്ട്. അവനിനി എപ്പോൾ കാണാൻ പറ്റുന്ന അറിയാം. എടാ നമ്മൾ ടിക്കറ്റ് വാങ്ങിച്ചായിരുന്നു അത് കയ്യിൽ കൊടുക്കടാ. തുടങ്ങി. അതാ നല്ല കട്ടിക്ക് കോടമഞ്ഞ് അവിടെയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ നല്ല രീതിക്ക് മഴ. വൈഫറിടാം. മഞ്ഞ് ഗൈസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ കൊക്കയൊന്നും കാണാൻ പോലും പറ്റുന്നില്ല. ഇനി കുറച്ച് പതുക്കെ പോവാം. വളവും വേറെ വണ്ടിയൊന്നും കാണത്തില്ല. മഴ പെയ്ത് പണി കിട്ടി. ഫോഗ് ലാമ്പും ബ്രൈറ്റ് പോലും വണ്ടിയുടെ വർക്കാവുന്നില്ല ഗൈസ്. ഇവിടെയൊക്കെ ആരോ നിപ്പുണ്ട് ഗൈസ്. ഇവിടെ ആ കത്തിയതി. പക്ഷെ ഇത് എപ്പോഴാണ് ഓഫാണെന്ന് അറിയത്തില്ല ഗൈസ്. ഒന്നും കാണത്തില്ല ഗൈസ്. ഫ്രണ്ടിലൊക്കെ ആരെങ്കിലും വന്നാൽ പോലും അറിയത്തില്ല. ആ മഴ പെയ്തതിന്റെ എഫക്റ്റ് ഇപ്പോഴാണ് കിട്ടിയത്. ആ കപ്പിൾസ് വർക്കായി ഗൈസ്. ഗൈസ് കപ്പിൾസ് ഒക്കെ ഇവിടെ നിർത്തി. അവിടെ ഗൈസ് അവൻ്റെ ഗോപ്രോ ഉണ്ട് ഗൈസ്. എന്റെ മോനെ പൊളി പതുക്കെ തന്നെ മോനാ. ഇതിനെക്കാട്ടി പതുക്കാനോ ഗൈസ്. അവിടെ ഒരു കിടന്ന മരങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. ഇവന്മാർ മുകളിൽ നിന്ന് ട്രക്കിങ് ചെയ്ത് വരികയാണെന്നാണ് തോന്നുന്നത്. നല്ല രീതിക്ക് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഹുഡ് ചെയ്യാനിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒരു ജാക്കറ്റൂടെ കൊണ്ടുവന്നു. അതിൻ്റെ ബാക്കിൽ ഇരിക്കുന്ന പയ്യന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇവിടെയാണ് ഗൈസ് അന്ന് നമ്മൾ വണ്ടി കയറ്റി വെച്ചത്. യാ മോനെ ആര് വരുന്നുണ്ട്? നമുക്കിപ്പോൾ ഇങ്ങനെ സ്ഥലമൊക്കെ നോക്കിച്ച് പോയിട്ട് തിരിച്ചു വല്ല പോലത്തെ ഇറങ്ങി പോവാമേ. എടാ ഇവിടെ മരത്തിന്റെ സ്പോട്ട് ഉണ്ടോ? അത് എവിടെയാണെന്ന് അറിയാൻ വയ്യ. അടുത്ത് അത് പറഞ്ഞു പോവാം. ഇവിടെ ഒരു മരമൊക്കെ ഉള്ള സ്പോട്ട് ഉണ്ടോ ഇവിടെ വീഡിയോ ഒക്കെ എടുക്കാം? അത് എവിടെയെന്ന് അറിയാമോ? കുറച്ചു നേരം വണ്ടി അവിടെ വെച്ചിട്ട് സാധനമൊക്കെ നോക്കാം. ആ മഴ പെയ്തതിൻ്റെ മഞ്ഞങ്ങ് ഇപ്പോഴാണ് കറക്റ്റായിട്ട് ഇറങ്ങിയത്. വണ്ടി ഒന്ന് നിർത്തി കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയാണ് നിർത്തിയത്. നല്ല രീതിക്ക് മഞ്ഞൊന്നും ഫ്രണ്ടില്ല, വണ്ടിയൊന്നും കാണത്തില്ല. അപ്പോൾ ഇനി ഇവിടെ നിന്ന് പെട്ടെന്ന് വണ്ടി എടുത്തൊരു സ്ഥലം വിടാം. ഗൈസ് കപ്പിൾസ് അല്ല, ഓൺലി ഗേൾസ്. എടാ മോനെ
ഗെയ്സ് ഓരോ പാറയുടെ മുകളിലും ആ പോകുന്നത് ഉറുമ്പുകളല്ല ഗെയ്സ്, മൊത്തം കപ്പിൾസാണ് ഗെയ്സ്. കോളേജിൽ പഠിച്ചപ്പോൾ കപ്പിൾസൊക്കെ ആയിട്ട് വരണമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. ഗോകുൽ സ്ഥിതി കപ്പിൾസായിട്ട് വരാൻ വേണ്ടി ഇരുന്നത്, പക്ഷെ അവരെ വീട്ടിൽ പിടിച്ചോണ്ട് തിരിച്ച് കോളേജ് കൊണ്ടാക്കാൻ പറഞ്ഞു. ശ്രീത്ത് എന്നെ മുജിച്ച് അവളെ സെറ്റാക്കാൻ നോക്കിയതാണ്, പക്ഷേ അതും ചിറ്റി പോയി. അങ്ങനെ നമുക്ക് രണ്ടുപേർക്കും അവളെ കിട്ടിയില്ല. അതന്നെ പറയടാ സത്യങ്ങളെല്ലാം. ഇതിന്റെ ഒരു ഷോട്ട് കാണിച്ചു തരാം. എൻ്റെ ബാക്കിൽ നിന്ന് ആയാലും മൈര എടുക്കുന്ന രീതിയിൽ എടുക്കും. അവിടെ നോക്കുന്നുണ്ട്, അവൻ കപ്പിൾസ് ആണ് തോന്നുന്നത്. അവർക്ക് അവൻ്റെ ഷോട്ട് കൊടുക്കാം. അവിടെ എനിക്കൊന്നും നനഞ്ഞിട്ടുണ്ട്, ലാമറ പോകുന്നുണ്ട്. ആ ടോപ്പിലൊരു ടവർ ഉണ്ട്, എനിക്ക് കാണാൻ പറ്റില്ലെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഗത ഷോട്ട് എടുക്കരുത് പ്രണവേ, വരണമെങ്കിൽ ബാക്കിൽ നിന്നു. തെറ്റിടിച്ച് വരണമെങ്കിൽ അപ്പോഴേ ഷോട്ട് ടിക്കറ്റാണ്. അതുമല്ല ഇപ്പോഴും കത്തിയില്ല. എന്താ ഒരാൾ ഇരട്ടം വേണ്ടി തവള ഇന്ദ്രത്തിന്റെ തവളക്ക് പൊട്ട ചടിയാ നല്ല ചെരുപ്പാട്ടെ. ലാസ്റ്റ് കൊള്ളാം എത്തി. പ്രണവ് മോല ഇല്ലാത്ത എല്ലാം കൊള്ളാം. നീമ്പോളി ഇറങ്ങ കൊള്ളാടാ. ഒറ്റകളെ ഒറ്റയ്ക്ക് വഴി ഒറ്റ മാറ്റാ മതിയാക്കടാ. മേക്കപ്പ് ഒക്കെ എന്തോ ഇവന് മലയാവുന്ന വീട്ടിലില്ല. താക്കോല് കളഞ്ഞു പോയിട്ട് ഇവിടെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞേട്ടാ, താക്കോല് താഴെ വണ്ടി എത്തിയപ്പോഴേ കളഞ്ഞു നിന്ന്. പിന്നെ ഇങ്ങനെ മുകളവർ വന്നത് ഞാൻ പറഞ്ഞ മിണ്ടായിരിക്കേ. എടാ നീ ഒന്നുകൂടെ ആലോചിച്ച് നോക്കാം, താഴെ പോയില്ലേ താക്കോല്. ഇത് ഞാൻ വീഡിയോ കയറ്റിക്കണേ. ഇപ്പോഴാണ് ഇവിടുത്തെ മഞ്ഞൊക്കെ ഒന്ന് മാറി എല്ലാ സ്ഥലവും നല്ല കാണാൻ പറ്റുന്നത്. കിട്ടും. ഇപ്പൊ കോടയെല്ലാം മാറി അങ്ങാട്ട് പോയിട്ടുണ്ട്. അങ്ങാട്ടൊന്നും ഒരു വാക്കൊന്നും നടത്തില്ല. വന്ന വഴി പോലും കാണാൻ പറ്റുന്ന രീതിയിൽ മഞ്ഞാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും മോളോട് നോക്കിയാണ്ടാ, ഈ ഷോട്ടിനെ എടുക്കാൻ ഓർക്കണം. നീ ഉണ്ട്, അത് വരും. എണ്ണായി ആ ബാഗ് എടുത്തല്ലേ പനി കൊളയട്ട കടി.
എടാ എന്തോന്ന് അടിച്ചാ ഗൂഗിൾ മാപ്പ് ഇട്ടുവാ. അവിടേക്ക് നമ്മളെ മുല്ല സ്ത്രീത്തിനെ ഒന്നും കാണാൻ പറ്റും. ഇതിന്റെ ചങ്കാണ് വരുന്നത്. ഇതിന്റെ ബാക്കിൽ ഗോകുലുണ്ട്. പിന്നെ ഡാർജി ഫ്രണ്ട് ഷോട്ട് അവിടെ ഇതാണ് ഈ റോഡിൻ്റെ വഴി. ഓ നേരെ നടന്നു പോകുമ്പോൾ ക്യാമറ മാത്രം അതിരിക്കണമല്ലേ. നേരെ നടന്നു പോയി കഴിഞ്ഞാൽ ക്യാമറ മാത്രം അതിരിക്കും. ഫസ്റ്റ് നമ്മൾ ക്യാമറ അപ്പുറം. ഹായ് മാമ. ഇപ്പോഴാണ് ബാക്കിയുള്ളവന്മാരൊക്കെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് വെക്കാമെന്ന് കരുതി. നമ്മളിൻ്റെ അടുത്ത പൊന്മുടിയിൽ ഒരു ഹിഡൻ സ്പോട്ടിലാണ് പോകുന്നത്. ഇവനാണ് ഞാൻ നേരത്തെ പറഞ്ഞ താക്കോൽ കൊണ്ടുള്ള അതുല്. ഇവന്മാർ കുറച്ച് ലേറ്റ് ആണെങ്കിൽ എത്തിയിട്ടുണ്ട്. ഇവനും അനന്തവും. ഇവൻ ആദ്യം വണ്ടി പറഞ്ഞിട്ട് ഈ വണ്ടി മിസ്സിംഗ് ആണ്, എടുക്കാൻ പറ്റുന്നതൊക്കെയാണ് പറഞ്ഞത്. ഇതിൻ്റെ ഓണൊന്നും വന്നില്ല, ഇവന് വന്നിട്ടുണ്ട്. ഈ ഹിഡൻ സ്പോട്ടിൽ ഞാൻ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്, ബ്ലാക്ക് റോക്ക്. അപ്പോൾ ഈ ഒരു ഹിഡൻ സ്പോട്ട് മറ്റേ ഇപ്പോൾ റീലിലൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. ആ ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകുന്ന സ്ഥലം, ആ ഒരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. പിന്നെ എന്തെങ്കിലും നമ്മുടെ അടുത്തേക്ക് ഇത് നമ്മൾ ആ കയറി വരുന്ന സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് എടുക്കണം. എല്ലാവരും വരുന്ന സ്ഥലമാണ്, എങ്കിലും ഹിഡൻ സ്പോട്ടാണ്. അതുലിനെ കാണിക്കുന്നുണ്ട്. ചെറുക്കിന് വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു, അവൻ്റെ വണ്ടിയില്ലാത്തത് മാത്രമാണ് ഇത് ലേറ്റ് ആയത്. എങ്കിലും വന്നിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോൾ അവനെ കാണാമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇപ്പം തന്നെ അവനെ കാണാൻ പറ്റി. ഞാൻ സംശയം ചോദിട്ടാ ഇതുപോലെ ഇപ്പോൾ ഈ ഹിഡൻ സ്പോട്ട് അടച്ചിട്ടിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഇതേപോലെയല്ലേ മഞ്ഞുമൽ ബോയ്സിൽ അടച്ചിട്ടിട്ട് അവർ ചാടി പോകുന്നത്. പക്ഷെ ഇതിൽ കുഴപ്പമില്ല, നമ്മുടെ ശ്രീത്തുണ്ട്, അവൻ ചാടി നമ്മളെ രക്ഷിക്കും. പിന്നെ അനന്തമുണ്ട്. ഇതിൽ ചിലവന്മാർ വീണാൽ മാത്രം ഞാൻ ചാടൂല, ബാക്കി ആര് വേണമെങ്കിലും ചാടും. ഇല്ലല്ല പിന്നല്ല. അപ്പോൾ ഈ ഹിഡൻ സ്പോട്ട് ഒന്നും അല്ല, എല്ലാവരും പറഞ്ഞ സ്പോട്ടാണ്. സ്റ്റെപ്പെല്ലാം ഇട്ട് ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. എന്തായാലും ആ പൊന്മുടിയിൽ നിന്ന് കയറി വരുന്ന സമയത്ത് ഒരു ചെക്ക് പോസ്റ്റിൻ്റെ സെറ്റപ്പ് ഉണ്ട്. അവിടെ നിന്ന് ജസ്റ്റ് റിസോർട്ടുകളുടെ ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പോട്ടിൽ എത്താൻ പറ്റും. അത് രാത്രി പോവാം. എന്തായാലും സീനൊന്നുമില്ല, കെട്ടി വെച്ചേക്കുന്നുണ്ടാ? ഒരു സീനില്ല, സീനില്ലെന്നാണ് അവന്മാരും പറയുന്നത്. അതൊക്കെ എടുത്ത് ഗൈസ് കോട നമ്മൾ വലിയൊരു ഗർത്തത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലുള്ള സെറ്റപ്പൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയാൻ വയ്യ. ഇവിടെയൊക്കെ അഗാധമായ ഗർത്തങ്ങളും കുഴികളുമാണ് മൊത്തം ഉള്ളത്. പെട്ടെന്ന് വാടാ വ്ളോഗ് കയറണമെങ്കിൽ. അപ്പോൾ ഇതാണ് ആ റീലിലേക്ക് നമ്മൾ കണ്ടിരിക്കുന്ന സ്പോട്ട്. ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ്. പുതിയ മഴ പെയ്യുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ ഇറങ്ങിയിട്ട് കാണിച്ചില്ല. ഇതൊക്കെ ഞാൻ വോയിസ് ഓവർ ഒന്നുകൂടെ ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം അത്യാവശ്യം മൈക്ക് കുത്തുറന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഴയുണ്ട്, ഞാൻ തോന്നി വെച്ചൊക്കെയാണ്. കാരണം മൈക്കിൻ്റെ ആ ഒരു ഹോള് നമ്മൾ ഒരു എടുത്തു കഴിഞ്ഞാൽ ഇത് വാട്ടർ പ്രൂഫ് ആയിരിക്കില്ല. അപ്പോൾ ഈ സാധനം അടിച്ചു, അത് റിസ്ക് എടുക്കുന്നില്ല. ആ സാധനം ഇപ്പോൾ ഒരു കഴിഞ്ഞ് വെച്ചേക്കുന്നത്. വാ നീ വാ, വീഡിയോ കോൾ തന്നെ ഉള്ളൂ. ഇതൊക്കെ ഞാൻ എടുത്ത വിഷയമല്ല. ഇതൊക്കെ ഇനി എല്ലാം കൂടെ വെച്ച് എഡിറ്റ് ചെയ്യണം, ടൈമിങ് ശരിയാക്കണം. കുറച്ച് ഫോണിലുണ്ട്, പിന്നെ അവിടെ വീഡിയോ ഉണ്ടല്ലോ. പിന്നെ ഞാൻ നമ്മുടെ താക്കോലൊക്കെ കളയുന്ന അതിനായിട്ട് പോവുകയാണ്. ഇന്ന് ആകാശത്തിന് വേണ്ടിയാണ് വന്നിട്ട് താക്കോലൊക്കെ അത് വെച്ചോളും. മുകളിലൊക്കെ താഴ്ത്തു ഇതാണ്ടാ. ഇതിൻ്റെ വരാൻ വേറെ ഏതാ വഴിയുണ്ട്. ഇപ്പോൾ ഇതാണ് സ്പോട്ട്. ടോപ്പിലോട്ട് ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എനിക്ക് താഴോട്ട് അവൻ്റെ ഉണ്ടോ 360. എനിക്കൊരു കോമ്പറ്റീഷൻ ആവും. ഇതിൻ്റെ താഴോട്ട് വലിയ ഗർഭമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാ
ഇത് സംഭവമൊക്കെ കൊള്ളാം. പക്ഷേ ആ റീലിൽ കാണുന്ന അത്ര ഒരു എഫക്റ്റ് എനിക്ക് ഇവിടെ കിട്ടുന്നില്ല. അങ്ങനത്തെ കൈപ്പേരി പറഞ്ഞായിരിക്കും. എന്തായാലും ഇവിടെ ജസ്റ്റ് ഒരു എന്താ പറയുക തോടനൊക്കെ കൊണ്ട് സെറ്റപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ വെള്ളമൊക്കെ ഒന്ന് നിറഞ്ഞു നിന്നിട്ട് ഒലിച്ച് പോകാനാണ് തോന്നുന്നു ഈ സെറ്റപ്പ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ സെറ്റപ്പ് കൊള്ളാം. ഇത് വലിയ ഗർഭത്തിലൂടെയൊക്കെ പോകുന്ന ഗർഭം എവിടെയാടാ? ഇതുവരെയല്ലേ ഉള്ളു ഫലം. ആ റീലിൽ ഞാൻ കണ്ട റീലിൽ വലിയ കുഴിയിലോട്ട് എന്താ പോവാന്നാണ് പറഞ്ഞത്. ഞാനെന്തായാലും കുഴിയൊന്നും കാണുന്നില്ല. ഇതാണ് ഈ ആറും കാര്യങ്ങളൊക്കെ. ഇവിടെ നിന്ന് മാറി കണ്ടി ഇത് പൊട്ടിയിരിക്കാനുണ്ടോ? ഈ സാധനം പെട്രോളൊക്കെ പൊളിയും. ഇത് ഏതാ വലിയ കുഴിയിലോട്ട് വന്നിറങ്ങുന്നത്? കുഴി അവിടെ ഇത്രയല്ലേ ഉള്ളൂ. വലിയ ഗർത്തത്തിലോട്ടാണ് പോണത്. മരം ഞാൻ ഇത്രയും നാൾ പൊന്മുടി വന്നിട്ടും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വരണമെന്ന് പറഞ്ഞാണ് പോയത്. സ്ഥലം കണ്ടില്ല. ഇന്ന് നമ്മൾ ജസ്റ്റ് പിക്ക് എടുക്കാൻ വേണ്ടി അൺഎക്സ്പെക്റ്റഡ് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഈ ഒരു സംഭവം നമ്മൾ കണ്ടത്. അപ്പോൾ ഇനി എന്തായാലും ഇവിടെ കുറച്ച് പിക്കൊക്കെ എടുത്തിട്ട് തിരിച്ച് താഴോട്ട് പോകുന്നൊക്കെ നല്ല സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് നിർത്തി കണ്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകണം. അതാ കാർത്തിക് വാടാ പിക്കൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. ക്യാമറമാൻ പ്രണവ്. ബൈക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും വണ്ടിയുടെ മിറർ ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് വേറെ സ്പോട്ടിൽ നിന്ന് നിർത്താനും നിൽക്കുന്നില്ല. എല്ലാവർക്കും പോകാനും ലേറ്റായി. ആ മിററെടുത്ത് പോക്കറ്റിൽ ഡയറക്റ്റിന് വീട്ടിലോട്ട് വെച്ച് പിടിക്കാം. ഇന്ന് തന്നെ ഈ ട്രിപ്പ് സെറ്റ് ചെയ്തപ്പോൾ വരാമെന്ന് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു. കോളേജ് കഴിഞ്ഞാൽ എങ്ങനെയാണ് പഴയൊരു ഇത് കാണില്ല. ഇത് തന്നെ കോളേജ് ചാടി ഇറങ്ങിയൊരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 10-30-35 പേരെങ്കിലും പൊന്മുടി വരാൻ വേണ്ടി കണ്ടേനെ. ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത് കഴിഞ്ഞാൽ എല്ലാവരും പല പല വഴിക്ക് പോകും. ഇതേപോലത്തെ ട്രിപ്പ് ഇനി എന്ന് വരാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.